ചേട്ടാ, BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറി. അതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ കരുത്താണ് സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടിയപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ BJPയിൽ മൈക്ക് കിട്ടിയില്ല, കസേര കിട്ടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണല്ലോ അദ്ദേഹം മറുകണ്ഠം ചാടിയത്. ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് സന്ദീപ് വാര്യറിന് കസേര നൽകുന്നുണ്ടോ? സന്ദീപ് വാര്യർ കസേര നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കസേര നൽകാനുള്ള സമയമൊന്നും ആയില്ലല്ലോ. പിന്നെ പുള്ളിയുടെ വേദികളിലെല്ലാം പ്രസംഗിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം പുള്ളിയുടെ ഒരു പ്രസംഗം, ഒരു വൈറൽ പ്രസംഗമുണ്ട്, നമുക്ക് വന്ന് കണ്ടിട്ട് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ പാണക്കാടും പറഞ്ഞിരുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ BJPയെ വിമർശിക്കുന്നത് നിർത്തി. ഞാൻ BJPയെ വിമർശിക്കാനില്ല. ഞാൻ BJP പ്രവർത്തകരെ വേദനിപ്പിക്കാനോ അവരുടെ നേതാക്കളെ ആക്ഷേപിക്കാനോ ഇല്ല. ഞാൻ ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തല്ലി അത് നന്നാവില്ലടോ, പിന്നെ ഞാൻ എന്തിനാ അതിന്റെ ഞാൻ നടക്കുന്നു? ഞാൻ ഇന്നലെ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, മല്ലികാർജുൻ ഖാർഗെയുടെ രാഷ്ട്രീയമാണ്, KC വേണുഗോപാലിന്റെ രാഷ്ട്രീയമാണ്, VK ശ്രീകണ്ഠന്റെയും ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രമ്യ ഹരിദാസിന്റെയും രാഷ്ട്രീയമാണ് ഇന്നലെ മുതൽ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വലിയ സ്നേഹമുണ്ട്, വലിയ കരുതലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാൻ പാർട്ടി മാറാൻ തീരുമാനിച്ചപ്പോൾ, പാർട്ടി മാറിയ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളിതൊരു റോങ് ചോയ്സ് ആയിപ്പോയി. നിങ്ങൾക്ക് CPMലേക്ക് മാറായിരുന്നു. CPM ഭരണമുള്ള പാർട്ടിയാണല്ലോ, CPMക്ക് മാറായിരുന്നു. എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും? ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ട്, അല്ലേ, ക്യാബിനറ്റ് പദവിയോടിട്ട് പോലീസിനെ വെച്ചുകൊണ്ട് ചീറിപ്പായാവുന്ന പദവി. 1.5 വർഷം കഴിഞ്ഞാൽ ഷുവർ സീറ്റ്. അത് പിന്നെ ദൈവത്തിനറിയാം. അപ്പോ അത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണല്ലോ. CPM ഇനിയിപ്പോൾ 1.5 വർഷം കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യോ? അപ്പോൾ ഇതൊക്കെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഭരണമില്ലാത്ത, കേന്ദ്രത്തിൽ ഭരണമില്ലാത്ത, സംസ്ഥാനത്ത് ഭരണമില്ലാത്ത, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഭരണമില്ലാത്തൊരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോവുകയാണ്. റോങ് ചോയ്സ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു, പുന്നാര മോനെ, ആരെങ്കിലും വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കുമോ? വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആരെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്ന് പറയോ? ജാമ്യം കിട്ടണമെങ്കിൽ പിന്നെ പുറത്തിറക്കി വിടണമെന്നല്ലേ പറയാ? 20 കൊല്ലക്കാലം ജീവപര്യന്തം അനുഭവിച്ച് രക്ഷപ്പെടാൻ നിൽക്കണോട് നീ കണ്ണൂർ ജയിലിൽ പോയി കിടന്നോന്ന് ആരെങ്കിലും പറയോ? സൗകര്യമില്ല. അപ്പോൾ ഇദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുന്നത്. ഇതിനകത്തൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, പുള്ളി 20 കൊല്ലം കൊണ്ട് BJPക്കകത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം BJPക്കകത്തെന്നല്ല, ഏത് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അയാൾ പ്രവർത്തിക്കുന്ന ഐഡിയോളജിക്കകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, ആ ഐഡിയോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഐഡിയോളജി വെച്ച് അതിനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ലെങ്കിലോ ഒക്കെ പാർട്ടി മാറുന്നുണ്ട്. പാർട്ടി മാറാം. അതിനൊക്കെ ഇപ്പം ഒരിക്കലും നമുക്കാരെയും കുറ്റം പറയാനൊക്കത്തില്ല. BJPക്കകത്ത് നമ്മൾ BJPയെ കൊള്ളാമെന്ന് കണ്ട് BJP കൊള്ളത്തില്ലെന്ന് കണ്ടാൽ നമുക്ക് അതിനകത്ത് നിന്ന് മാറാൻ പറ്റും. കോൺഗ്രസ്സിലായാലും അങ്ങനെ തന്നെ. കാരണം നമ്മൾ വിചാരിക്കുന്നത് അല്ല നമ്മുടെ ഐഡിയോളജി, അല്ലെങ്കിൽ അതിനകത്ത് അതല്ല നടക്കുന്നത്. അതിനകത്ത് നമ്മൾ വിചാരിച്ച് തന്നത് ഇതെല്ലാം കള്ളത്തരമാണ്, ആ ഐഡിയോളജിയിലൊന്നും പ്രവർത്തിക്കുന്നതല്ല അന്ന് വിചാരിച്ചത് മാറാൻ പറ്റും. കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ മാറാൻ പറ്റും. അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യം. ഇപ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് ഇന്ന പാർട്ടിയൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പം അതിനുവേണ്ടി ആ സംവിധാനം അല്ലെങ്കിൽ ആ പാർട്ടികൾ പ്രാപ്തമല്ല. നമ്മൾക്ക് അതിൽ കൂടി പോയ രാജ്യസേവനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടും ജനസേവനത്തിന് പ്രാപ്തമായിട്ടൊന്നും അല്ലെങ്കിൽ നമ്മളതിനകത്ത് മാറുന്നതിനൊന്നും കുറ്റമില്ല. ഇപ്പോൾ ഇതിനകത്ത് ബാക്കി പല ആൾക്കാരും പാർട്ടി മാറുന്നതിനകത്തൊന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തിനെതിരെ ഇത്രയും ആരോപണം വരാൻ കാര്യം അതിനകത്ത് BJP ഉന്നയിക്കുന്ന ആരോപണമൊന്നുമല്ല. വളരെ ഒരിക്കലും മര്യാദയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പ്രസംഗത്തിനകത്ത് പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗം, അത് വൈറലായ ഒരു പ്രസംഗം, അതും പറയുന്നത്, ഞാൻ 20 കൊല്ലം BJPക്കകത്ത് പ്രവർത്തിച്ചു, ഞാൻ വടിയെടുത്താൽ നന്നാവുന്ന ഒരു പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ മാരാർജി ഭവനല്ല, അതുകൊണ്ട് ഞാൻ അതിനെ BJPയെ വിമർശിക്കാൻ വരുന്നില്ല, അവരെ നന്നാക്കാൻ പോകുന്നില്ല. BJPയിൽ നിന്നിട്ട് പോലും BJP എന്താണെന്ന് മനസ്സിലായില്ല, നന്നാകാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ ഇപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു എന്താണ് CPMൽ പോകാത്തത്. അന്നേരം പുള്ളി പറയുന്നൊരു വാചകം, ഞാൻ വിയ്യൂർ ജയിലിൽ നിന്ന് തിരുവനന്തപുരം
സെൻട്രൽ ജയിലിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കും? ഇപ്പം അദ്ദേഹം കിടന്നത് 20 കൊല്ലം അദ്ദേഹം കിടന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ അതിനകത്തു നിന്ന് വെളിയിൽ വരാനാണ് നോക്കുന്നത്, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകാൻ താല്പര്യപ്പെടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ മാത്രമല്ല അയാളുടെ ഒരു പാപ്പരത്വം, ഒരു പ്രസംഗത്തിനകത്ത് അയാളൊരു വലിയൊരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇരുന്നു, അതിനകത്ത് ബൂത്ത് പ്രസിഡന്റിനെ വരെ പുള്ളി പറയും. കാരണം ആരേലും ഒരാളുടെ പേര് പ്രസംഗത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾ പുള്ളിക്ക് പാരയാകുമോ എന്നുള്ള രീതിയിലേക്ക് ആ സംസാരത്തിൽ നമുക്ക് അയാളുടെ പാപ്പരത്വവും അയാളുടെ ഉദ്ദേശവും ഒരു നട്ടലില്ലായ്മയൊക്കെ മനസ്സിലാവും. കാരണം മുരളി അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ എങ്ങനെ എന്തോ ആനയും പിന്നെ കടലും മോഹൻലാൽ, അപ്പം അവരെ കാണുന്ന പോലെ ഇദ്ദേഹത്തെ കണ്ടാൽ അപ്പോഴത്തേന് പുള്ളിക്ക് അങ്ങ് സൂചിച്ചു. പുള്ളിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സൂചിക്കുന്ന ആളാണ്. പുള്ളി അപ്പോൾ 2 ഷാൾ കൂടുതലിട്ട് കൊടുത്തു. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞിട്ട് വലിയ ആദർശം പറഞ്ഞ് ഞാൻ നീ നാട് നന്നാക്കാൻ ഇറങ്ങുകയാണ്, അതിന് പ്രാപ്തമായിട്ടുള്ള പാർട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു കോൺഗ്രസ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ എല്ലാ പാർട്ടി ഇപ്പം ഏറ്റവും അവസാനം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിക്കാരുമായിട്ടും ഇദ്ദേഹം സംസാരിച്ചു. CPI സംസാരിച്ചു. നമ്മൾ ഏത് പാർട്ടി എന്ന് പറയുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ CPMൻ്റെയും CPIയുടെയൊക്കെ ഒരു പല കുഴപ്പങ്ങളിപ്പോൾ ഉണ്ടെങ്കിലും ആരോപണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കകത്തൊക്കെ ഐഡിയോളജിക്ക് അപ്പുറം അതിനെ മോശമാകുന്ന രീതിയിൽ അതിനകത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ ചില ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബാക്കിയുള്ള പാർട്ടികളെ തുലനം ചെയ്യുമ്പോൾ അവർ തന്നെയാണത് കാത്തു സൂക്ഷിക്കുന്നത്. കാരണം ഈ CPI സംസാരിച്ചപ്പം അയാൾ ഒരു സീറ്റിന് വേണ്ടി, എനിക്കൊന്ന് മണർകാട് സീറ്റോ ഏതോ ഒരു സീറ്റിന് അവരെ സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് വരാം, ഐഡിയോളജി വെച്ച് വരാം, പിന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് പാർട്ടി തീരുമാനിക്കും സീറ്റ്. അല്ലാതെ CPMനകത്ത് സംസാരിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞെന്നാണ് പറയുന്നത് ഇയാളെ നമുക്ക് വേണ്ട. മനസ്സിലാവുന്നുണ്ട്. നമുക്കത് നമ്മളുടെ പാർട്ടിയെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇത്രയും തീവ്രമായ നിലപാടുള്ള എടുക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന BJPക്കകത്ത് ഒരു ആളാണ്. കാരണം ഒരു മര്യാദയില്ലാതെ ഈ മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയൊക്കെ അത് പുള്ളി സംസാരിക്കുന്ന അത് പാർട്ടി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്തുനിന്ന് മനസ്സിലാവുന്നത്, ഞാൻ ഈ 20 കൊല്ലം നിന്ന പാർട്ടിക്കകത്ത് അയാൾ സംസാരിച്ചത് ആ പാർട്ടിക്ക് വേണ്ടിയല്ല, അത് പുള്ളിയെ പ്രസംഗത്തിനകത്തുനിന്ന് BJPക്ക് വേണ്ടി, BJPയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു, BJPക്ക് വേണ്ടി പറഞ്ഞു. പുള്ളി ഉള്ളിൽ കൊണ്ട് പറഞ്ഞതല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പുള്ളി നിൽക്കുന്നതാ, ഞാൻ കോൺഗ്രസ് വേണ്ടി സംസാരിക്കുന്നത്. അതൊക്കെ ആ വാചകത്തിനകത്ത് നിലപാടല്ല, അയാളുടെ വാചകത്തിനകത്തുനിന്ന് വരുന്ന കാര്യം അയാൾ അറിയാതെ അയാളുടെ ഉള്ളിൽ നിന്ന് ഞാൻ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു. കോൺഗ്രസിനകത്ത് നിന്ന് അയാളുടെ ഭാഗമാണ് കോൺഗ്രസ് എന്ന് കണ്ട് സംസാരിക്കുകയല്ല, അയാളുടെ ഭാഗമാണ് കോൺഗ്രസ് എന്ന് കണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചെന്നതെന്നാണല്ലോ അയാൾ പറയേണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണോ അയാൾ പാർട്ടി മാറിയത്? കാരണം മറ്റേ പാർട്ടിക്കകത്ത് അയാൾ രാഷ്ട്രീയ തൊഴിലാളി എന്തോ രാഷ്ട്രീയ തൊഴിലാളി, അല്ലെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾക്കെതിരെ ഏറ്റവും വലിയൊരു ആരോപണം വരുന്നുണ്ട്. CPIയും CPMും ഒക്കെ ചർച്ച ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസ് വിചാരിച്ചു, അല്ലെങ്കിൽ അത് അവർ വിചാരിക്കുന്നതിന് കുറ്റം പറയാനൊക്കത്തില്ല. ഈ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട BJPയുടെ ഒരാളിനെ മറികണ്ഠം ചാടിച്ചാൽ അയാളുടെ കൂടെ ആരെങ്കിലും ഒക്കെ മറികണ്ഠം ചാടുകയും അതുകൊണ്ടൊരു ഗുണമുണ്ടാവുകയും അത് ഇലക്ഷന് പ്രയോജനപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ചർച്ച ചെയ്യുന്നവരടുത്തൊക്കെ പറഞ്ഞു, എൻ്റെ കൂടെ കണ്ടമാനം ആളുണ്ട്, കേരളത്തിലുടനീളം BJPയുടെ കണ്ടമാനം അണികളുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും. ഞാൻ ഒരു പാർട്ടിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗം നിൽക്കുന്നവരെല്ലാം ആ പാർട്ടിയിലോട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിച്ചു. CPM സംസാരിച്ചപ്പോൾ CPMനത് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് ഇവരുടെ ഐഡിയോളജി ഇയാളുടെ ന്യായത്തിനനുസരിച്ച് പോകുന്ന പാർട്ടിയല്ല CPM. അത് സംസാരിച്ചുകൊണ്ട് ഇവർ CPM സംസാരിക്കുന്നത് കണ്ടു, ബാലൻ ഇയാൾക്ക് അനുകൂലമായിട്ട് പറയുന്നത് കണ്ടു, അല്ലെങ്കിൽ LDF കൺവീനർ പറഞ്ഞു അയാളുടെ നിലപാട് വ്യക്തമാക്കിയാൽ നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെ പത്രക്കാർ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ പറയുന്നത് കണ്ടപ്പോൾ കോൺഗ്രസ് തോന്നി ഇവൻ കൊള്ളാം, ഇവനെ അടിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു സാധനമാണ്, കരിമ്പും കഷ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ചർച്ച ചെയ്തു. കോൺഗ്രസ് ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ച വെളിയിലാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ കോയമ്പത്തൂരും ബാംഗ്ലൂരും കൊണ്ടുപോയി ചർച്ച ചെയ്യിച്ചത് എന്നുള്ള കാര്യത്തിനകത്ത് പറയുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ വാസ്തവം. DK ശിവകുമാറാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പർച്ചേസ്മാനായിട്ട് വരുന്നത്. DK ശിവകുമാറിൻ്റെ നിലവിലെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അയാൾ ഈ കോൺഗ്രസിനകത്ത് ആൾക്കാരെ വിലക്കെടുക്കുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ
ഈ കർണാടക തെരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷവും പല സംസ്ഥാനങ്ങളിലും BJPയുടെ കയ്യിൽ നിന്ന് ഭരണം പിടിക്കുന്നതിന് DK ശിവകുമാർ ഇറങ്ങി സംസാരിക്കുകയും MLA-മാരെ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തു. BJP MLA-മാരെ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം വന്നപ്പോൾ അതിന് അത് മറികടക്കുന്നതിനും അല്ലെങ്കിൽ അതേ രീതിയിൽ ഭരണം പിടിക്കുന്നതിനും ചിലയിടത്തൊക്കെ മറുകണ്ഠം ചാടിക്കുന്നതിനും ഒക്കെ മുൻപന്തി നിന്നിട്ട് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ വന്നിട്ടുള്ളതും അത് ഒരുപക്ഷെ പരസ്യമായിട്ടൊക്കെ അങ്ങ് സമ്മതിക്കുന്നതൊക്കെ ഒരു നേതാവ് DK ശിവകുമാർ. ഇയാൾ പുള്ളിയുടെ പേര് കള്ളപ്പണ കേസും കണ്ടമാനം കേസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. കാരണം ധാരാളം പൈസ ഉള്ള ഇപ്പം ബാംഗ്ലൂരിലെ ഒരു ഉപമുഖ്യമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും MLA-മാരെടുക്കുമ്പോൾ ഒരു ടോപ്പ് 5-ൽ കോടീശ്വരനാണ്. അദ്ദേഹത്തിനെതിരെ കോടീശ്വരനാണ് പുള്ളി. ആ വിഷയം കൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ എൻ്റെ കേസ് കുറച്ച് നാൾ ഈ അകത്ത് കിടന്നതാണ്. അപ്പം അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിലകത്ത് വീണിട്ടാണ്, അല്ലെങ്കിൽ ആ വാഗ്ദാനത്തിനകത്തൂടെയാണ് ഇദ്ദേഹം കോൺഗ്രസിനകത്ത് വന്നതെന്നാണ് ഇപ്പം ഏറ്റവും അവസാനം. അങ്ങനെയാണെങ്കിൽ ചേട്ടാ അത് നല്ല കോടികൾ അതെ കോടികൾ. ഇന്നലെ ആരോപണം BJP ഉന്നയിച്ചിട്ടുണ്ട്, തെളിവ് സഹിതം അത് പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ കൂടെ 9 മുനിസിപ്പൽ കൗൺസിലർമാരുണ്ടാവും, അപ്പോൾ അവരെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ പുള്ളി അവർ പർച്ചേസ് ചെയ്തോളുമല്ലോ. അപ്പം എത്ര ഈ ആദർശ ധീരനായിട്ടുള്ള ഈ നേതാവ്, കാരണം ഇയാൾക്ക് ഒരു പാർട്ടിക്കകത്തും ഈ ജയിലിൽ കിടക്കുന്ന കാര്യം തന്നെ നമുക്ക് പറയുമ്പം ജയിലിൽ കിടന്ന പാരമ്പര്യം പുള്ളിക്കില്ല, മനസ്സിലാവുന്നുണ്ട്. ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏത് പാർട്ടിക്കകത്തായാലും സമരങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കേസുകളുണ്ടാകും, കേസുകൾക്ക് അടിസ്ഥാനത്തിനായിട്ട് ജയിലിൽ കിടക്കും. ഇയാളെ എന്തുകൊണ്ടോ ഏതൊക്കെ കാരണം കൊണ്ടോ കൊള്ളാവുന്ന കണ്ടോ ഈ BJPക്കകത്ത് വളരെ ഒരു പണിയും ചെയ്യാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നേതാവുകയും വളരെ വൃത്തിയായിട്ട് വർത്തമാനം പറയാൻ അറിയാവുന്നതുകൊണ്ടും പിന്നെ ഈ ആരുടെയും മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുത്ത ഒരു പാരമ്പര്യം അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടും പെട്ടെന്ന് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ ആദർശ ധീരനായിട്ടുള്ള ആളിൻ്റെ പേരിൽ ഇപ്പം ആരോപണം വരികയാണ്. കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നതിന് കോടിക്കണക്കിന് രൂപയും അല്ലെങ്കിൽ വേറെ ചില കരാറുകൾ, ഇനി MP ആണോ MLA ആണോ മറ്റു പലതുമാണോ എന്നറിയത്തില്ല, ഇത്രയും പേരെയും കൊണ്ട് വരാം എന്ന് കണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ കോൺഗ്രസിൽ കൊണ്ടുവന്നതാണ് ഇപ്പം ഏറ്റവും അവസാനം വരുന്ന ആരോപണം. അപ്പം കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചില കൗൺസിലർമാർ കൂടി ഇതിനകത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കൗൺസിലർമാരെല്ലാം പറഞ്ഞു, ഈ പറഞ്ഞില്ലേ ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുമല്ലോ, നിൻ്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ അച്ഛനല്ല ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങൾ ഈ പാർട്ടിക്കകത്ത് സന്ദീപ് വാര്യരെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ കണ്ടുകൊണ്ടോ സുരേന്ദ്രനെ കണ്ടുകൊണ്ടോ ഒന്നും നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിക്കകത്ത് നാട് വെളിയിൽ പോകുന്നു, അവരെ നമ്മുടെ ആളല്ല. ഐഡിയോളജിക്കകത്ത് നിൽക്കുമ്പോൾ അവരെല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആകും. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് വരത്തില്ല എന്നൊക്കെ അവർ പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതായത് ഈ പറയുന്ന ആദർശമൊന്നുമല്ല, മനസ്സിലാവുന്നത്. നമുക്കും കിട്ടണം പണം എന്നുള്ള സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന ഈ തിരൂർ ജയിലിലും അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ഒക്കെ പോകുന്നതിന് പകരം വളരെ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കാമെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ വേറെ ബൂട്ട്സ് അന്വേഷിക്കാമെങ്കിൽ, വേറെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെങ്കിലും ഒക്കെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ പണമിടപാടും ഒക്കെ അന്വേഷിക്കാമെങ്കിൽ പുള്ളി തീഹാർ ജയിലിൽ തന്നെ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ആരാണ്ട് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് ഈ പറയുന്ന പോലെ CPM-നകത്ത് ചേരാത്തതിന് ഈ പറയുന്ന CPM-നകത്ത് ഇപ്പോൾ ചേർന്നാൽ അധികാരമുള്ള പാർട്ടിയാണല്ലോ, പുള്ളിക്ക് ക്യാബിനറ്റ് പദവിയും പോലീസും ഒക്കെ CPM-നകത്ത് അങ്ങോട്ട് ചെന്നാൽ പുള്ളിക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാൻ എന്ത് പുള്ളി ഉണ്ട്, പോലീസും സംവിധാനവും ഒക്കെ. അപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരമില്ലാത്ത ഒരു പാർട്ടിക്കകത്ത് ചേർന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി പറയുന്ന ആദർശം. അപ്പോൾ ഈ പറയുന്ന ആദർശമൊന്നുമല്ല. ഒരാഴ്ച അവിടെ കുത്തിയിരുന്നപ്പോൾ അദ്ദേഹം ആദർശം തെളിയിക്കാൻ വേണ്ടി പാണക്കാട് പോകുന്നു. മുത്തുക്കോയ ആദർശം തെളിയിക്കാൻ വേണ്ടിയല്ല, അയാൾക്ക് ഈ പറയുന്ന കോൺഗ്രസിൽ ആദർശം തെളിയിക്കാൻ കോൺഗ്രസിന്റെ ആദർശം തെളിയിക്കണമെങ്കിൽ സമസ്തയുടെ അദ്ദേഹത്തിന്റെ പേരെന്താ, നമുക്ക് മുത്തുക്കോയത്തങ്ങൾ പുള്ളിയുടെ കാര്യം പറയുന്നു. പുള്ളി സമസ്തയുടെ നേതാവുമ്പോൾ സമസ്തയുടെ ലൈനിലാണല്ലോ പുള്ളിക്ക് സംസാരിക്കേണ്ടത്. നമുക്ക് പുള്ളിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് അദ്ദേഹത്തോട് നമുക്ക് അഭിമാനമില്ലേ തോന്നുന്നു. പുള്ളി സമസ്ത എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അപ്പോൾ സമസ്തയ്ക്ക് വേണ്ടി സംസാരിക്കും. കുഞ്ഞാലിക്കുട്ടിയല്ലേ സംസാരിക്കും. പക്ഷേ അയാളുടെ സ്വന്തം ലൈനല്ലല്ലോ സംസാരിക്കുന്നത്. അയാൾ പാർട്ടി മാറി. ഇപ്പം ഈ ഒരു വിലയിരുത്തലുണ്ട്, അതറിയാമോ? നിങ്ങളിപ്പോൾ ഏത് പാർട്ടിയിലോട്ട് പോകുന്നതല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെ വലിയ ആൾക്കാർ വിലയിരുത്തും.
നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഇലക്ഷൻ സമയമായതുകൊണ്ട് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന പേരോ അല്ലെങ്കിൽ ആ പേരിൻ്റെ പുറകിൽ BJP കുറേ ആളോ വരുമെന്ന് കണ്ടുകൊണ്ട് അവരെടുത്തെങ്കിലും അതിനകത്ത് മുറുമുറുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുരളി ആദ്യമേ പറഞ്ഞു, മുരളിക്ക് അങ്ങൊരു ഇഷ്ടമില്ലെങ്കിൽ അന്നേരം തന്നെ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത് നമ്മൾ വിലയിരുത്തത്തില്ലേ, ഇവൻ ഇത്രയും ദിവസം 20 കൊല്ലം ഈ പാർട്ടിയുടെ കൂടെ നിന്ന ആളാണെന്ന് പറയുന്നു. ഇവൻ ഒരു സുപ്രഭാതത്തിന് നേരം ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാലും 1 മാസം കഴിഞ്ഞ് പറഞ്ഞാലും കുഴപ്പമില്ല, ആ പാർട്ടിക്കകത്തുനിന്ന് വെളിയിൽ പോകുന്നതിനകത്ത് വേറെ ചില കാരണങ്ങളുണ്ടെന്ന് പറയും. എന്നാലും ഇത്രയും അടങ്കൽ പാർട്ടി സംവിധാനത്തെ മൊത്തവും അതിൻ്റെ ഐഡിയോളജിയെ മൊത്തവും ഇങ്ങനെയൊക്കെ തള്ളി പറയാനൊന്നും പറ്റത്തില്ല. മറ്റൊരു ചോദ്യം, ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ ന്യൂനപക്ഷ വോട്ടുകൾ? ഈ സന്ദീപ് വാര്യർ വന്നതോടുകൂടി കോൺഗ്രസിൽ നിന്ന് അകന്നിട്ടുണ്ടോ? അല്ല, ന്യൂനപക്ഷ ഏകീകരണം കോൺഗ്രസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നടന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അവിടെ ജയിക്കുന്നത്. ഈ പ്രാവശ്യവും ആ ഏകീകരണത്തിന് വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചിട്ടുള്ളൂ. വേറെ ബാക്കിയുള്ള വോട്ടുകളൊക്കെ കിട്ടിയാൽ അവിടെ ന്യൂനപക്ഷ ഏകീകരണം നടന്നാൽ വലിയൊരു വിജയമാണത്. അല്ല, അത് ഈ സന്ദീപ് വാര്യറിന്റെ ഫാക്ടറൊന്നും അതിനകത്തൊരു കാര്യമല്ല. സന്ദീപ് വാര്യരുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ BJPക്കകത്ത് ഭൂരിപക്ഷ ഏകീകരണത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുന്നെങ്കിൽ അത് സാധിച്ചോട്ടെ എന്നുള്ളതാണ്. അല്ല, ന്യൂനപക്ഷ ഏകീകരണത്തിന് സന്ദീപ് വാര്യർ ഇപ്പം അങ്ങോട്ട് വന്നത് അവിടെ ചില കോൺഗ്രസിൽ അതെങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്, ഈ ന്യൂനപക്ഷങ്ങൾ സന്ദീപ് വാര്യർ വന്നതിനാൽ തന്നെ അദ്ദേഹം തീവ്ര ആശയക്കാരനാണല്ലോ. എനിക്ക് തോന്നുന്നില്ല, അത് ഓരോരുത്തരുടെ വിലയിരുത്തലാണല്ലോ. പക്ഷേ ഇതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ ഏകീകരണം കണ്ടുകൊണ്ട് ഭൂരിപക്ഷ ഏകീകരണം നടന്നാൽ BJP പിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ അവിടെ 74% വോട്ട് വരുമല്ലേ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ 22% ഉള്ളൂ. ആ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ കൂടെ ഒരു 10,000, 15,000, 20,000 വോട്ടുകൂടെ വരുമ്പോൾ ഓക്കെ ജയിക്കാൻ പറ്റും. ഹിന്ദു വോട്ട് 20,000 മതി, അല്ലെങ്കിൽ ബാക്കി ക്രിസ്ത്യൻ വോട്ടും ബാക്കിയെല്ലാം കൂടെ ഈ ന്യൂനപക്ഷങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വോട്ട് ഈ പ്രാവശ്യം കിട്ടത്തില്ലല്ലോ. അപ്പം ബാക്കി ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം, അവർക്കൊരു 22% വോട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവിടെ ജയിക്കുന്നത് 4000 താഴെ വോട്ടിന് അവിടെ ജയിക്കുന്ന പറഞ്ഞാൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ മെട്രോമാൻ ജയിക്കും. ഈ പ്രാവശ്യവും അതേ നാണയത്തിൽ തന്നെ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം BJP അത്രയ്ക്ക് കരുത്തിലവിടെ നിൽക്കുകയാണല്ലോ. അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് SDPI വീടുകൾ കയറി ഖുറാൻ വെച്ച് സത്യം ചെയ്യിച്ചെന്നല്ല CPM ജില്ലാ സെക്രട്ടറി ആരോടെ ഉന്നയിച്ചത്. അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അത് ശ്രമിക്കുന്ന ഭാഗത്ത് അത് ആരും അറിയാതെ ഭൂരിപക്ഷ ഏകീകരണം, അതറിഞ്ഞാൽ ഭൂരിപക്ഷ ഏകീകരണം ഉറപ്പായിട്ടും ഈസിയായിട്ട് നടക്കുമല്ലോ, അല്ലെങ്കിൽ അതിന് കുറേ ആക്കം കൂടുമല്ലോ. അതറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഭൂരിപക്ഷ ഏകീകരണത്തെ തകർക്കാൻ വേണ്ടിയാണ് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത്. സന്ദീപ് വാര്യർ പക്ഷേ സന്ദീപ് വാര്യരുടെ വരവ് ഇനി കോൺഗ്രസ്സിന് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിക്കാണുമ്പോഴും ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ നോക്കിക്കാണുമ്പോഴും അത് BJP ഗുണം ചെയ്യുകയും കോൺഗ്രസ്സിന് ഈ പറഞ്ഞ ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മൊത്തത്തിൽ വിലയിരുത്തുന്നത്. ഏതായാലും അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാം. ഏതായാലും അവിടെ BJP ജയിക്കുന്ന ഒരവസ്ഥ വന്നാൽ സന്ദീപ് വാര്യർ അന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.